ഇന്ന് നമുക്കൊരു കിടിലൻ മാങ്ങാക്കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അതിനൊരു മൺചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നീളത്തിൽ കഷ്ണങ്ങളാക്കിയ മാങ്ങ, 2-3 പച്ചമുളക്, ഒരു 5-8 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കാൻ പോകുന്നത്. അടുപ്പിലേക്ക് വെച്ച് ഗ്യാസ് കത്തിച്ച് അത് വേവാൻ വെക്കുക. മൂടി വെച്ച് വേവിക്കുക. ഒരു 5-8 മിനിറ്റ് മതി. അപ്പോഴേക്ക് മാങ്ങയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് വേണ്ട. ഇതിനിടയ്ക്ക് ആദ്യം തന്നെ ഇഞ്ചി ചേർക്കണമായിരുന്നു. ഞാനത് മറന്നതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്തത്. ഒരു 5-8 മിനിറ്റ് 10 മിനിറ്റ് ആകാറാകുമ്പോഴേക്കും മാങ്ങയൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി പാകത്തിനാകും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മളങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് മതി. മൺചട്ടി ആയതുകൊണ്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കുറേ നേരത്തേക്ക് കൂടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്തിടുക. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ വറുത്തിടുക. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.